ആക്ച്വലി നമ്മൾ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അവർ സോഷ്യൽ മീഡിയയിലൂടെ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് അവരുടെ അറ്റൻഷനെ അവർക്കൊരു കാര്യത്തിൽ ഫ്യൂച്ചറിൽ അത് ഹിൻഡർ ചെയ്യും എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്, റൈറ്റ്? ബട്ട് അത് കൂടാതെ അവരുടെ വാല്യൂസും മോറൽസ് അതുപോലെ തന്നെ വാട്ട് ഈസ് റൈറ്റ് വാട്ട് ഈസ് റോങ് എന്നുള്ളതൊക്കെ ഈ ഒരു കണ്ടന്റിലൂടെ അവർ ആ ഒരു ഫ്രെയിം വർക്ക് ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? അപ്പം ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഓൾറെഡി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരെന്ത് കൺസ്യൂം ചെയ്യുന്നതെന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഞാൻ ഈവൻ ഡെവലപ്മെൻ്റൽ നീഡുള്ള കുട്ടികളുടെ പാരൻസിനോട് പറയുന്നതാണ്, അവർ ഒരുപാട് തെറാപ്പികളും കാര്യങ്ങളൊക്കെ പോകുന്ന ആളുകളായിരിക്കും. ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ അലോട്ട് ചെയ്യുന്ന ഒരു 1 hour ആയിരിക്കും. പക്ഷെ അവരുടെ ബാക്കിയുള്ള 23 hours ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ മൊമെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ആദ്യത്തെ ഒരു 2 to 3 yearsലാണ് കുട്ടിയുടെ 80% ബ്രെയിൻ ഗ്രോത്തും, അല്ലെങ്കിൽ ആദ്യത്തെ 5 years 90% ബ്രെയിൻ ഗ്രോത്തും കംപ്ലീറ്റ് ആവും. എസ്പെഷ്യലി ഈ ഒരു ഏജിൽ അവർ റിലേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഫിസിയോളജിക്കൽ ഫങ്ഷനായ സ്ലീപ്പ് മുതൽ അങ്ങനെ എല്ലാം. അപ്പോൾ അതുപോലെ അവർ കൺസ്യൂം ചെയ്യുന്ന പിന്നെ സ്ക്രീൻ ടൈമിന് വേറെ കുറേ വിഷയങ്ങൾ, അറ്റൻഷനും അതുപോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ എന്ത് കണ്ടന്റാണ് അവർ കാണുക എന്നുള്ളതും അവർ ലോങ് ടേമിലേക്ക് അവരെ കുട്ടികളുടെ വാല്യൂസ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആസ് എ പാരൻറ്റ് നമ്മൾ അവെയർ ആയിരിക്കണം അവരെന്താണ് കാണേണ്ടത്, എന്താണ് അവർ ഉള്ളിലേക്ക് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇതൊക്കെ ഒരു ബേസാണ്. ഇത് വെച്ചിട്ടാണ് പിന്നെ അവർ ഫർദർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്.